മർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ലെൻഡ് ഡിവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അതിന്റെ കുറുവാക്യമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 4-ന്റെ 14-ാം വാക്യം. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. നോമ്പിന്റെ ദിനങ്ങളിലൂടെയുള്ള യാത്രയാണ്. പകുതി ദൂരം പിന്നിട്ട് കാൽവരി കുന്നിലേക്ക് എത്തിച്ചേരാറായി. സുറിയാനി പാരമ്പര്യത്തിൽ 50 നോമ്പ് എന്നത് യേശു 40 ദിവസം അനുഷ്ഠിച്ച ഉപവാസവും യേശുവിന്റെ പീഡാനുഭവങ്ങളെ ഓർത്ത് 10 ദിവസങ്ങളും ചേർത്താണ് ഓർക്കുന്നത്. യേശുവിന്റെ 40 ദിവസത്തെ ഉപവാസം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയും, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 12 മുതൽ 13 വരെയും, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുമാണ്. വിശുദ്ധ മർക്കോസും ലൂക്കോസും അവതരിപ്പിക്കുന്നത് 40 ദിവസവും പരീക്ഷ നേരിട്ടു എന്നാണെങ്കിൽ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 10 ദിവസത്തെ ഉപവാസത്തിന്റെ അവസാന നാളിലായിരുന്നു പരീക്ഷണം എന്നാണ്. 3 പരീക്ഷണങ്ങളാണ് സാത്താൻ മുന്നോട്ട് വയ്ക്കുന്നത്. 1. കല്ല് അപ്പമാക്കുക. 2. ലോകത്തിന്റെ അധികാരം നൽകാൻ നമസ്കരിക്കുക. 3. ദേവാലയ അഗ്രത്തിൽ നിന്ന് ചാടുക. നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും നാം ആർജിക്കേണ്ട 3 ആത്മീയ സംസ്കാരങ്ങളെക്കുറിച്ചാണ് നാം ഈ വേദഭാഗത്തോട് ചേർത്ത് ചിന്തിക്കുന്നത്. ഒന്നാമതായി, കല്ല് അപ്പമാക്കുക എന്നതാണ് വെല്ലുവിളി. ലോകത്തിലെ വിശപ്പ് പരിഹരിക്കാൻ അപ്പം വേണമെങ്കിൽ യേശു പഠിപ്പിക്കുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവവചനം കൊണ്ടും കൂടി ജീവിക്കുന്നത്. ഭൗതിക വിശപ്പിനേക്കാൾ അപ്പുറമായി ദൈവവചനത്തിന്റെ ദാഹത്തിനായുള്ള ആത്മീയ സംസ്കാരത്തിലേക്ക് വളരാൻ പഠിപ്പിക്കുന്നു. രണ്ടാമതായി, ലോകത്തിന്റെ അധികാരം നൽകാൻ നമസ്കരിക്കാൻ പറയുന്നു. ലോകം മുഴുവൻ നൽകാമെന്ന് പറയുമ്പോഴും അത് വേണ്ടാന്ന് വയ്ക്കാനുള്ള സംസ്കാരത്തിലേക്കാണ് ഈ ചിന്ത നമ്മെ നയിക്കുന്നത്. ലൗകിക അധികാരത്തെക്കാൾ അപ്പുറമായി ദൈവിക അധികാരത്തിൽ വിധേയപ്പെടുവാനുള്ള പൊതുജീവിത സംസ്കാരത്തിലേക്ക് ഈ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമതായി, ദേവാലയ അഗ്രത്തിൽ നിന്ന് ചാടുവാനും ദൂതൻ കാത്തുകൊള്ളും എന്ന് പരീക്ഷണം. ദൈവഹിതത്തെ ജീവിതത്തിൽ അളക്കുവാനുള്ളതല്ല എന്നാണ് ഇവിടുത്തെ ചിന്ത. ജീവിതത്തിൽ ദൈവത്തിന്റെയും ദൈവഹിതത്തിന്റെയും നമ്മുടെ ഞാനെന്ന ഭാവത്തിനായി ഉപയോഗിക്കരുത് എന്ന് യേശു പഠിപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പരീക്ഷണം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന മൂലഭാഷയായ ഗ്രീക്കിൽ പീരാസ്മോസ് എന്നാണ്. ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം വിശ്വാസത്തെ അളക്കുക എന്നതാണ്. മറ്റൊരു അർത്ഥം തെളിവെടുക്കുക എന്നും. മറ്റൊരു തരത്തിൽ സാത്താന്റെ ഓരോ പരീക്ഷണങ്ങളും നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ തോത് എടുക്കുന്നതാണ്. ഈ നോമ്പ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ആഴം വർദ്ധിക്കട്ടെ, ആത്മീയ ചൂടിന്റെ ഊഷ്മാവ് കൂട്ടട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം എഴുതുന്നത് തിയോഫിലോസിനാണ്. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലേക്ക് നയിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് എഴുതുന്നത്. ഈ നോമ്പ് നമ്മുടെ വിശ്വാസത്തിന്റെ ആഴവും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ പരപ്പും വർദ്ധിക്കട്ടെ. ജിബ് സ്മിത്ത് എന്ന ചിന്തകൻ പഠിപ്പിക്കുന്നത് 5 സുവിശേഷങ്ങളാണ് ഉള്ളത് എന്നാണ്. വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്കോസ്, വിശുദ്ധ യോഹന്നാൻ. വീണ്ടും അദ്ദേഹം പഠിപ്പിക്കുന്നു, നിങ്ങളാണ് 5-ാമത്തെ സുവിശേഷം. നിങ്ങൾ എന്ന സുവിശേഷത്തെയാണ് ആളുകൾ വായിക്കുവാൻ ഏറെ ഇഷ്ടം. അതുകൊണ്ട് ഈ നോമ്പ് നമ്മെ സുവിശേഷമാക്കട്ടെ. ആമീൻ.